നമസ്കാരം. NCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഊര് ഉണർവ് പദ്ധതിക്ക് തുടക്കം. വാണിയമ്പുഴ ഉന്നതിയിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പിലാക്കുന്നത് വനം വകുപ്പും കർഷകരും ഗോത്രവിഭാഗവും തമ്മിലുള്ള ബന്ധം സുതാര്യമാക്കുന്നതിനായി. മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനം. അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരം. നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ 30 ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബാഡ്ജ് ഓഫ് ഓണർ അനുവദിച്ച് സർക്കാർ. ജില്ലയിലെ കോൺഗ്രസ് MLA-മാർക്ക് സ്വീകരണം ഒരുക്കുന്നു. മത്സരിച്ച 4 സീറ്റിലും വിജയിച്ച MLA-മാർക്ക് സ്വീകരണം നൽകുന്നത് ആഗസ്റ്റ് 1 മലപ്പുറം ടൗൺ ഹാളിൽ. പരിപാടിയുടെ മുന്നോടിയായി നിലമ്പൂരിൽ കോൺഗ്രസ് നേതൃയോഗം സംഘടിപ്പിച്ചു. SFI വിദ്യാഭ്യാസ ബന്ദ് വണ്ടൂരിൽ പൂർണ്ണം. വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട്. പറമ്പ ഗവൺമെന്റ് UP സ്കൂളിന് പ്രഥമ ശുശ്രൂഷ മെഡിക്കൽ കിറ്റ് കൈമാറി. കിറ്റ് നൽകിയത് അമരമ്പലം ട്രേഡേഴ്സ് ഡെവലപ്മെന്റ് സഹകരണ സംഘം പൊതുനന്മ ഫണ്ട് വിനിയോഗിച്ച്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി M. കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പോത്തുകൽ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും, കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അംഗനവാടിക്കും വനംവകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാണിയമ്പുഴയിൽ ഊര് ഉണർവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദിവാസി സമൂഹത്തിന്റെ അവരുടെ കാത്തു സൂക്ഷിക്കേണ്ട ഇത്തരം കലകൾ കൂടി പ്രദർശിപ്പിക്കുന്ന വിദേശികളല്ല ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മേഖല നമ്മുടെ ജൈവ വൈവിധ്യം ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ട ജൈവ വൈവിധ്യങ്ങളിലൊന്നാണ്. അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ടൂറിസത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ടൂറിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പലതും ഉണ്ട്. നമ്മളിപ്പം വന്യമൃഗങ്ങളുടെ ശല്യത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വനാതിർത്തികളിൽ വന്യമൃഗ ശല്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വനാതിർത്തികളിലെ പല റിസോർട്ടുകളും അവിടെ ഉപ്പ് വെക്കുന്നുണ്ട് വന്യമൃഗം വരാൻ വേണ്ടി എന്നുള്ളത് ആരും പറയുന്നില്ല. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടി അവിടെ ഉപ്പ് വെക്കുന്നുണ്ട്. ആ ഉപ്പ് കഴിച്ച് ശീലിക്കുന്ന ആന നാളെ അടുത്ത വീട്ടിലേക്ക് പോകും ഉപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ടൂറിസത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ടൂറിസത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുരക്ഷ മാത്രമല്ല, റിസർവ് ഫോഴ്സ് മാത്രമല്ല, ആ ടൂറിസ്റ്റുകളെ കാട് കാണിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളിലെ ഉന്നതിയിലെ സഹോദരങ്ങളെ അവരെ പ്രാപ്തരാക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, ഞാൻ ഇവരടുത്ത് പറഞ്ഞത് ഒരു ഗൈഡും കം സെക്യൂരിറ്റി, ഗൈഡ് കം ഗാർഡ്, ഗൈഡും ഏതൊരു വ്യക്തിയും വനത്തിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗൈഡോ ഒരു ഗാർഡോ കൂടെ വേണം. അത് ഉന്നതികളിൽ താമസിക്കുന്ന ചെറുപ്പക്കാരതിന് തയ്യാറായിട്ടുള്ളവരെ അതിന് നമ്മൾ പരിശീലിപ്പിക്കും. തണ്ടൻകല്ലുകാർ മുൻപ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യമല്ലെന്നാണ് റിപ്പോർട്ടെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനം മന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്നതിനാണ് ഊരുണർവ് പദ്ധതി സംഘടിപ്പിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ
തരിപ്പപ്പൊട്ടി ഉന്നതികളിലായി 43 അപേക്ഷകരിൽ 39 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. 2 പേർക്കുള്ള രേഖ 1 മാസത്തിനകവും 2 പേരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും വ്യക്തമാക്കി. 500 പേരുടെ വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ആദിവാസി വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകും. കായികക്ഷമതയുള്ള ആദിവാസി വിഭാഗത്തിലുള്ളവരെ പരിഗണിച്ച ശേഷമേ മറ്റുള്ളവർക്ക് അവസരം നൽകൂ. ഉത്തരവാദിത്വ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാടിനെ അറിയുന്ന ആദിവാസി യുവാക്കൾക്ക് ഗൈഡ് കം ഗാർഡായി പ്രത്യേക പരിശീലനം നൽകി ഇവർക്ക് തൊഴിൽ അവസരം സൃഷ്ടിക്കും. അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ, CCFമാരായ കെ വിജയാനന്ദ്, കെ കാർത്തികേയൻ, കളക്ടർ വിനയ് ഗോയൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ, നോർത്ത് DFO പി ധനീഷ് കുമാർ, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M ബിബിൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതി, കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ഉന്നതി, മാഞ്ചേരി എന്നിവിടങ്ങളിലെത്തിയാണ് വനം മന്ത്രി ഷിബു ബേബി ജോണും ആര്യാടൻ ഷൗക്കത്ത് MLAയും ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പമെത്തി പരാതികൾ കേട്ടത്. ഊരിലെ ആദിവാസി സമൂഹം, കാടിനുള്ളിൽ താമസിക്കുന്ന സമൂഹത്തെ ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ, പണിയ വിഭാഗങ്ങളെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാരങ്ങളും എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ അറിയണമെങ്കിൽ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വരുന്നുണ്ട്, ഞാൻ വന്ന് നേരിട്ട് കാണുന്നു, പരമാവധി ഇവരെയൊക്കെ സഹായിക്കാനാണ് വനം വകുപ്പ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നൊരു തീയതി എന്നെ വിളിച്ചു പറയാണ്. 23-ാം തീയതി ഞാൻ നിലമ്പൂരുണ്ടാവും. എനിക്ക് കാര്യമായ ഉദ്ഘാടനങ്ങളും പരിപാടികളും ഒന്നുമല്ല വേണ്ടത്. എനിക്ക് ഉൾവനത്തിൽ താമസിക്കുന്ന ഈ സാധാരണക്കാരെ നേരിട്ട് കാണുകയാണ് എനിക്ക് വേണ്ടത് എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാണ് നമ്മുടെ മന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. നിലമ്പൂരിന്റെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നിവേദനം നൽകി. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തിന്റെ സാന്നിധ്യത്തിൽ മുജീബ് ദേവശ്ശേരി, PM ഖാലിദ്, മുഹമ്മദ് കോയ കടവത്ത്, TC സമദ്, P ഷാജി മൻഹർ എന്നിവരടങ്ങുന്ന സംഘമാണ് മന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചത്. കനോലി പ്ലോട്ടിലെ തൂക്കുപാല നിർമ്മാണം, ടൗൺ സ്ക്വയർ പാർക്ക് നിർമ്മാണം തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉന്നയിച്ചത്. 2024 ജൂലൈ 30-നുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരം. നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ 30 ജീവനക്കാർ ഉൾപ്പെടെ പാലക്കാട് റീജിയനിലെ വിവിധ നിലയങ്ങളിലെ 98 പേർക്കാണ് സർക്കാർ ബാഡ്ജ് ഓഫ് ഓണർ അനുവദിച്ചത്. ദുരന്തത്തെ തുടർന്ന് ചാലിയാർ പുഴയിൽ ഒലിച്ചെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയും പുഴയുടെ മറുകരയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് തുണയായും ഭക്ഷണം എത്തിച്ചും സ്വന്തം ജീവൻ മറന്നാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രാപ്പകൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ചൂരൽമല മുതൽ ചാലിയാർ പുഴയിലൂടെ രക്ഷാദൌത്യവുമായി എത്തിയവരിൽ നിലമ്പൂർ നിലയത്തിലെ 30 പേരും പങ്കാളികളായിരുന്നു. നാടും നാട്ടുകാരും സംവിധാനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ പങ്കും ഏറെ വലുതായിരുന്നു. നിലവിൽ സ്റ്റേഷൻ ഓഫീസറായ KP ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K യൂസഫ് അലി ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ തെരുവ് കച്ചവടക്കാരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോണിന് നിവേദനം നൽകി. ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, മുംതാസ് ബാബു, സൈഫുദ്ദീൻ എന്നിവരാണ് നിവേദനം കൈമാറിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 4 സീറ്റിലും വൻ വിജയം കൈവരിച്ച ജില്ലയിലെ കോൺഗ്രസ് MLAമാർക്ക് സ്വീകരണമൊരുക്കുന്നു. DCCയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 1-ന് മലപ്പുറം ടൗൺ ഹാളിൽ ആണ് സ്വീകരണം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം നടത്തി. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർമാരായ VA കരീം, N കരീം, V സുധാകരൻ, റഷീദ് പറമ്പൻ, DCC ഭാരവാഹികളായ A ഗോപിനാഥ്, ജേക്കബ് പാനായി, പത്മിനി ഗോപിനാഥ്, ബാബു തോപ്പിൽ എന്നിവർ സംസാരിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത് MLA,
VS ജോയ്, KP നൌഷാദ് അലി എന്നിവർക്കാണ് DCCയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്വീകരണം നൽകുന്നത്. 25, 26 തീയതികളിൽ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർക്കും. നിയോജക മണ്ഡലത്തിൽ നിന്നും 1000 പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. SFI വിദ്യാഭ്യാസ ബന്ദ് വണ്ടൂരിൽ പൂർണ്ണം. നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് വണ്ടൂരിൽ പ്രതിഷേധവും വിദ്യാഭ്യാസ ബന്ദും നടന്നത്. നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾക്കും അട്ടിമറിക്കുമെതിരെ കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് വണ്ടൂരിൽ ഉയർന്നത്. മമ്പാട് MES കോളേജ്, വണ്ടൂർ അംബേദ്കർ കോളേജ്, സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വണ്ടൂർ ഗവൺമെന്റ് VMC ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് പോരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പ് മുടക്ക് സമരം പൂർണ്ണമായിരുന്നു. നമ്മൾ നോക്കിക്കണ്ടാൽ മനസ്സിലാവും, ഈ രാജ്യത്ത് നമ്മുടെ RSS ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ RSS സർക്കാർ ഈ തരത്തിലേക്ക് വിദ്യാർത്ഥി രഹിത നിലപാടുകൾ എടുത്തു പോകുന്നതും കഴിഞ്ഞ 5 വർഷക്കാലമായിക്കൊണ്ട് ഏകദേശം 93 വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ലീക്ക് ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്നാണ്. ഈ വർഷം മാത്രമായി കൊണ്ട് ഏകദേശം 21 വിദ്യാർത്ഥികൾ ഈ വർഷം മാത്രം ഈ കഴിഞ്ഞ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ ആ തരത്തിലേക്ക് വിദ്യാർത്ഥികൾ വെറും വിദ്യാർത്ഥികളൊന്നും രാജ്യത്തിന്റെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെടണ്ട, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ചോദ്യപേപ്പറൊക്കെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NTA വിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനെതിരെയാണ് SFI ഈ തരത്തിലേക്ക് ഒരു സമരം ഏറ്റെടുത്ത് പോയിട്ടുള്ളത്. ഏരിയ പ്രസിഡന്റ് അഭിനവ്, ജോയിന്റ് സെക്രട്ടറി ഷാനു രവി, ഏരിയ കമ്മിറ്റി അംഗം അരുൺ, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ശ്രീരാഗ്, യൂണിറ്റ് സെക്രട്ടറി രേണുക, പ്രസിഡന്റ് സായന്ത്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഹർഷിൻ, PK അൽത്താഫ്, P റോഷൻ, K ആഗ്നേയ്, NK അഫ്ലർ, K ഹാഷിം, P ഷിക, M ശ്രീരുദ്ര, P അക്ഷജ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ബിസിനസ് ന്യൂസ്. ജം ആൻഡ് ജ്വല്ലറി രംഗത്തെ വിവിധ മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ച സഫ ജ്വല്ലറിയുടെ വണ്ടൂർ ബ്രാഞ്ചിൽ സഫ സ്വർണ്ണവർഷ ഗോൾഡ് പർച്ചേസിംഗ് സ്കീം നറുക്കെടുപ്പ് നടന്നു. സ്കീമിലെ 4ാമത് നറുക്കെടുപ്പാണ് നടന്നത്. കോട്ടക്കുന്ന് ALP സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ KL ശ്രീപാൽ നറുക്കെടുപ്പ് നിർവഹിച്ചു. സഭ നമുക്കറിയാം, ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ജില്ലയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ, പിന്നെ SLCയിലും +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു കാര്യം കൂടി ഈ ഒരു സ്ഥാനം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. എന്റെ 2 മക്കളും അതിനും ഭാഗ്യം ലഭിച്ച അതാണ്. ഈ ജ്വല്ലറിയുടെ എല്ലാ പ്രവർത്തകരോടും അതിനുള്ള സ്നേഹം അറിയിക്കുകയാണ്. കുറ്റിയിൽ ചാത്തോലി ബൽക്കീസാണ് നറുക്കെടുപ്പിൽ വിജയിയായത്. ചടങ്ങിൽ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ, പ്രേംകുമാർ, നബീൽ ഹാമിദ്, സാബിത്, റുമൈസ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 1000, 2000 രൂപ വീതം അടവാക്കുന്ന 2 സ്കീമുകളാണ് ഇതിലുള്ളത്. 2000 രൂപ മാസം അടവാക്കുന്നവർക്ക് 12 മാസം കഴിഞ്ഞ് 24,000 രൂപയുടെ സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പ് എല്ലാ മാസവും നടക്കും. ഇതിൽ വിജയികളാകുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ 24,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം എന്നതാണ് സ്കീമിന്റെ പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾക്ക് 7902 966 916 എന്ന ഫോൺ നമ്പറിൽ സഫ ജ്വല്ലറിയുമായി നേരിട്ട് ബന്ധപ്പെടാം. വെളിയംതോട് ജവഹർ നഗറിൽ വീണ്ടും കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചു. വീടിനും കേടുപാടുകൾ വരുത്തി.
ബാലകൃഷ്ണൻ എന്നയാളുടെ സ്ഥലത്ത് റബ്ബർ തൈകൾ നശിപ്പിച്ചു. വീടിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. രാത്രിയിലെത്തിയ ആനകൾ പുലർച്ചെയാണ് മടങ്ങിയത്. അമരമ്പലം ട്രേഡേഴ്സ് ഡെവലപ്മെന്റ് സഹകരണ സംഘം പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് പറമ്പ ഗവൺമെന്റ് UP സ്കൂളിന് പ്രഥമ ശുശ്രൂഷ മെഡിക്കൽ കിറ്റ് കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി M. കുഞ്ഞു മുഹമ്മദാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ ശശിധരൻ, വാർഡ് മെമ്പർ സലാം ചീനിക്കൽ എന്നിവർക്ക് കിറ്റ് കൈമാറിയത്. PTA പ്രസിഡന്റ് P. നിഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M. അബ്ദുൽ നാസർ പദ്ധതി വിശദീകരിച്ചു. ഭരണസമിതി അംഗം M. മോഹൻദാസ്, KVVES തണൽ ഡയാലിസിസ് സെന്റർ ചെയർമാൻ T. അബ്ബാസ്, വാർഡ് മെമ്പർ സലാം ചിനക്കൽ, MTA പ്രസിഡന്റ് ഷഹന, നീന, സുഹൈൽ എന്നിവർ സംസാരിച്ചു. മുജീബ് നന്ദി പറഞ്ഞു. തുടർന്ന് LSS USS സർട്ടിഫിക്കറ്റ് വിതരണവും കരാട്ടെ ബെൽറ്റ് സമർപ്പണവും നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. പള്ളിയാളി ദിൽഷാദിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ നാടും കുടുംബവും. വാണിയമ്പലം ശാന്തിനഗർ സ്വദേശിയായ ദിൽഷാദ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്നാണ് ജിദ്ദയിൽ വെച്ച് മരിച്ചത്. റൂമിൽ തനിച്ചായിരുന്നു താമസം. വിളിച്ചിട്ട് വിവരമില്ലാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കസേരയിൽ ഇരുന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിൽഷാദിന്റെ അപ്രതീക്ഷിത വിനിയോഗം കുടുംബത്തിനൊപ്പം നാടിനും തീരാ നഷ്ടമാണ്. മികച്ച ഫുട്ബോൾ പ്ലെയറും വാണിയമ്പലം ആസാദ് ക്ലബ്ബ് ഉൾപ്പെടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു. മൊബൈൽ ടെക്നിക് മേഖലയിൽ പ്രത്യേക കഴിവുള്ള ദിൽഷാദ് ഏറെക്കാലം ചൈനയിലായിരുന്നു. ചൈനീസ് അടക്കം വിവിധ ഭാഷകളിലെ പ്രാവീണ്യവും ബിസിനസ് രംഗത്തെ വളർച്ചയ്ക്ക് കാരണമായി. വാണിയമ്പലം പാലിയേറ്റീവിന് വേണ്ടി ജിദ്ദയിൽ കളക്ഷൻ നടത്തുന്നതിൽ മുൻപന്തിൽ നിന്ന ആളുകൂടിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ദിൽഷാദ്. ഖബറടക്ക ചടങ്ങുകൾ സൗദി അറേബ്യയിലെ ബാബ് മക്ക അസദ് ജുമാ മസ്ജിദിൽ നടന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എടക്കരയിൽ രാത്രികാല ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് സ്ക്രീനിംഗ് നടത്തിയത്. ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് നടത്തിയ ക്യാമ്പിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. കരുന്നെച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്ക്രീനിംഗ് ക്യാമ്പിൽ വിവിധ മെഡിക്കൽ പരിശോധനകൾ അടക്കമുള്ള ടെസ്റ്റുകളാണ് നടത്തിയത്. ഇവരിലൂടെയുള്ള പകർച്ചവ്യാധി സാധ്യതകളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. വിവിധ സ്ഥാപന ഉടമകൾ, കോൺട്രാക്ടർമാർ എന്നിവരും ക്യാമ്പിനോട് സഹകരിച്ചു. ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, മറ്റ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ലഹരി മാഫിയയുടെ ചതിക്കുഴികൾക്കെതിരെ ശക്തമായ പ്രതിരോധവുമായി എടവണ്ണ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം കുട്ടികളെയും യുവാക്കളെയും ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ ബോധവൽക്കരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ മുന്നേറുന്നത്. ലഹരി മരുന്നുകളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗത്തിനെതിരെ പ്രദേശത്ത് പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വിപുലമായ ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് കൺവെൻഷൻ നടത്തിയത്. ലഹരി മാഫിയയുടെ ചതിക്കുഴികളെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിദ് കളത്തിങ്ങൽ അധ്യക്ഷനായ ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിറ സമത നിർവഹിച്ചു. നമുക്കറിയാം, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരുപാട് ആളുകൾ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ തല ഉയർത്താൻ പറ്റാതെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതുപോലൊരു അവസ്ഥ നമുക്ക് വരരുത്. നമ്മൾക്ക് ഒരു മക്കളുണ്ടാകുമ്പോൾ, ആണായാലും പെണ്ണായാലും, എത്രത്തോളം ആ കുട്ടി നന്നായി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതുപോലെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് വളർത്താൻ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിപണിയിലെല്ലാം സുലഭമാണ്. എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒ ശശി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. നമ്മൾ ഒരുപാട് കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ അവിടെ നടന്നു, ഇവിടെ നടന്നു, അപ്പുറത്ത് നടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് തൊട്ടപ്പുറത്ത് പോലെ നടന്നാൽ നമുക്ക് കുഴപ്പമില്ല. കാരണം അവരെ നമ്മളെ തൊട്ടയലാക്കത്തല്ല, അവരെ വീട്ടിലല്ലേ നമ്മൾ പറയാം.
അല്ലെങ്കിൽ അവനല്ലേ ഇവനല്ലേ എന്നാ പറയാം. സ്വന്തം വീട്ടിൽ വരുമ്പോഴേ അതിന്റെ വേദന നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ സ്വന്തം വീട്ടിൽ നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ ഉറ്റരായ ആളുകളോ അതിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം രജിത, നുസ്രത്ത് ബീഗം, വി ലുഖ്മാൻ, CDS പ്രസിഡന്റ് ജസീറ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇയ കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി സൽവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. KNMന്റെ ഹെൽത്ത് വിങ്ങായ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിക്കുന്നു. പാലാട് ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 ആരംഭിക്കുന്ന ക്യാമ്പ് വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കും. ക്യാമ്പ് ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ ഏരിയയുടെ ഒരു പരിപാടിയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ആര്യാടൻ ഷൗക്കത്ത് നമ്മുടെ MLA അവർകളാണ്. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന് വന്ന് ഈ PG മെഡിക്കൽ സെൻ്ററുമായിട്ട് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നടത്തുന്നത്. അവിടുന്ന് ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അവിടെ ഡോക്ടർ ഫൈസൽ, നമ്മുടെ ഇവിടുത്തെ PHCയിലെ ഡോക്ടർ ഫൈസൽ ഇതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോധവൽക്കരണം ക്ലാസ് നടത്തുന്ന റിൻഷ M ആണ്. അത് PG ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്. അതേപോലെ തന്നെ നാസർ അഹമ്മദ് എന്ന് പറഞ്ഞ IMBയുടെ തന്നെ ഒരു ആൾ, ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ വന്ന് മറ്റു പല കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ കണ്ണ് പരിശോധനയുണ്ട്, മെഡിക്കൽ ജനറൽ ആയിട്ടുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ പീഡിയാട്രിക് വിഭാഗമുണ്ട്. ഇതൊക്കെ വെച്ചൊരു വലിയൊരു പരിപാടി, വിശാലമായ ഏരിയക്കുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ നടത്തുകയാണ്. വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM അമീർ ഫൈസൽ, ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ M റിൻഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുക്കും. IMB ഹെൽത്ത് ഇൻസ്പെക്ടർ CK നാസർ അഹമ്മദ് ജീവൻ രക്ഷാ പരിശീലനം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ ഹെൽത്ത് ATM മെഷീന്റെ സഹായത്തോടെ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഡോക്ടർമാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. കണ്ണു പരിശോധന, ഹെൽത്ത് ATM ആരോഗ്യ പരിശോധന, കൗൺസിലിംഗ്, ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. നിലമ്പൂരിലെ 2 സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെ നടക്കുന്ന ക്യാമ്പിൽ ജനറൽ ഫിസീഷ്യൻ, ശിശുരോഗ വിദഗ്ധൻ, ENT വിദഗ്ധൻ, നേത്രരോഗ വിദഗ്ധൻ എന്നിവരുടെ സേവനങ്ങളും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. IMB ചെയർമാൻ P അബൂബക്കർ മദനി, രക്ഷാധികാരി C മുഹമ്മദ് സലീം സുല്ലമി, സെക്രട്ടറിമാരായ E അഷ്റഫ്, അബ്ദുറഹിമാൻ ഉമരി, EA നൌഷാദ്, എക്സിക്യൂട്ടീവ് അംഗം അലവിക്കുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.